ഇന്ന് നമുക്കൊപ്പം ഉള്ളത് ശ്രീ ഭദ്രാനന്ദൻ സ്വാമിയാണ്. തോക്കുസ്വാമി എന്നൊക്കെ പൊതുവെ അറിയപ്പെടുകയും വലിയ വിവാദങ്ങളിൽ ഇടം പിടിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ അങ്ങ് വരുമ്പോഴൊക്കെ ഒരു വിവാദം അതിൻ്റെ പുറകെ വരാറുണ്ട്. വലിയ കോലാഹലങ്ങളും കോളിളക്കങ്ങളും ഒക്കെ ഉണ്ടാകാറുണ്ട്. ഏതായാലും ഇപ്പോൾ വലിയൊരു കേരളത്തിൽ ചർച്ച ചെയ്യുന്ന ഒരു വിഷയം ഈ ശബരിമലയുമായി ബന്ധപ്പെട്ടതാണ്. അത് ഇപ്പോൾ എൻ വാസു പിടിയിലാകുന്നു. കൂടുതൽ ആളുകളിലേക്ക്, ഉന്നത സ്ഥാനങ്ങളിൽ ഇരുന്ന ആളുകളിലേക്ക്, രാഷ്ട്രീയ നേതാക്കളിലേക്കൊക്കെ ഇത് പോകും എന്നൊരു സംശയം വരികയാണ്. അപ്പോൾ അങ്ങ് ഒരു ഹിന്ദു നേതാവാണ് എന്ന തരത്തിൽ കൂടി പറയുന്നുണ്ട്. ഇതൊക്കെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഹിന്ദുക്കളുടെ എക്കാലത്തും ഹിന്ദുക്കളുടെ ശത്രു എന്ന് പറയുന്നത് മറ്റു മതങ്ങളൊക്കെ ഉള്ളവരെക്കാളും കൂടുതൽ ഹിന്ദു നാമധാരികളായിട്ടുള്ളവരാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ സംഘടനയുടെ വീർ സവർക്കർജി പോലും പറഞ്ഞ് ഐ എം നോട്ട് അഫ്രൈഡ് ഓഫ് മുസൽമാൻ, ഐ എം നോട്ട് അഫ്രൈഡ് ഓഫ് ബ്രിട്ടീഷേഴ്സ്, ബട്ട് ഐ എം അഫ്രൈഡ് ഓഫ് ഹിന്ദുസ്. അപ്പോൾ ഈ ഹിന്ദു നാമധാരികൾ തന്നെയാണ് ഇവിടെ ശബരിമലയിൽ കൊള്ള നടത്തിയത്. അപ്പോൾ ഈ ക്ഷേത്രങ്ങളൊക്കെ ഇത്തരം ആളുകൾ ലക്ഷ്യം വെക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്, അല്ലേ? അത് അങ്ങ് പറയുന്നത്. അതായത് ക്ഷേത്രത്തിൽ അതിൻ്റെ ആത്മീയ വശം ആൾക്കാർ കാണുന്നില്ല. ക്ഷേത്രമെന്ന് പറയുന്നത് ഒരു സിംബോളിക്കായിട്ടൊരു സ്പിരിച്വൽ ഗ്രോത്തിന് വേണ്ടിയിട്ട് മനുഷ്യനെ കണ്ടീഷൻ ചെയ്യുന്നതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ്. എന്നാൽ ചെറിയ കുട്ടികളാകുമ്പോൾ നമ്മൾ പാവകൾ കൊണ്ട് കളിക്കും. വലിയ പ്രായത്തിൽ നമ്മൾ പാവകൾ കൊണ്ട് കളിച്ചാൽ അതിനെ സംസാരിപ്പിക്കുമ്പം സ്നാനം കൽപ്പയാമി, ദീപം കൽപ്പയാമി, വസ്ത്രോത്തരം കൽപ്പയാമി എന്നൊക്കെ പറഞ്ഞ് അതിനെ ട്രീറ്റ് ചെയ്യുമ്പോൾ ഈ പ്രായത്തിൽ നമ്മളതുപോലെ കുളിപ്പിക്കുകയും ഉടുക്കുകയും ഭക്ഷണം കൊടുക്കുകയും ചെയ്ത പ്രാന്തെന്ന് പറയില്ലേ. അപ്പോൾ ക്ഷേത്രം എന്തിനു വേണ്ടിയാണ്? ഊർജം സ്വീകരിക്കേണ്ട സ്ഥലമാണ്. പക്ഷെ അതിനെ ആരാധിക്കാൻ വേണ്ടിയുള്ള ഒരു സ്ഥലമല്ല. എന്നാൽ അങ്ങനെ ആക്കി. പക്ഷേ ഈ ക്ഷേത്രത്തിലുള്ള സമ്പത്തുകൾ ആളുകൾ ലക്ഷ്യം വെക്കുന്നുവെന്ന ചർച്ച തുടർച്ചയായി നടക്കുകയാണല്ലേ. അപ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലും ഇതുപോലെ അത് ഇൻവെൻട്രി തയ്യാറാക്കണമെന്ന ആവശ്യം വന്നു. ഇവിടെയും സമാനമായ ഇത്. അപ്പോൾ അങ്ങ് എങ്ങനെയാണിത് നോക്കിക്കാണുന്നത്? ശബരിമലയിൽ ഇപ്പോൾ ഒരു 4 കിലോ കൊണ്ടുപോകുന്നതിനേക്കാളും അതൊന്നും 4 അല്ലെങ്കിൽ ഇപ്പോൾ ആറന്മുളയിലോ മറ്റുള്ള ക്ഷേത്രങ്ങളിലോ 4-5 കിലോ കൊണ്ടുപോകുന്നതിൽ പ്രശ്നമല്ല. 32,000 ഏക്കർ സ്ഥലമുണ്ടായിരുന്ന പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ 7.5 ഏക്കറിൽ ഒതുങ്ങി. അവിടെയുള്ള സ്വർണം, അവിടെയുള്ള രത്നങ്ങൾ, അവിടെയുള്ള ഭഗവാന്റെ നവരത്ന മോതിരം, ബാക്കിയുള്ള ഇത് തൊട്ട് എല്ലാ സാധനങ്ങളും അവിടുന്ന് നിലവറ തുറക്കാൻ ഇവർ അനുവദിക്കുന്നില്ല. ഇവിടെ LDFും UDFും BJPയും എന്തുകൊണ്ടാണ് ഇത്തരം ഒരു കാര്യത്തിൽ അതിനെ അവഗണിക്കുന്നത്? അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് പത്മനാഭസ്വാമി ക്ഷേത്രം, അത് ഇന്ത്യയുടെ തന്നെ ഏറ്റവും മഹാക്ഷേത്രങ്ങളാണ്, മഹാദിവ്യ ക്ഷേത്രം എന്നറിയപ്പെടുന്നതാണ്, അഗസ്ത്യരുടെ സമാധി കേന്ദ്രമാണ്. അപ്പോൾ ഇന്ന് അവിടുത്തെ ആചാര ലംഘനം നടത്തുന്നു, അതുപോലെ തന്നെ അവിടെ കൊള്ള നടത്തുന്നു. ഇതിനെതിരെ ഇതൊക്കെ ഈ സർക്കാർ അവിടെ ഉദ്യോഗസ്ഥരെയൊക്കെ വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അവരൊന്നും ഇത് തടയുന്നില്ലേ? എന്താണ്, അവരൊക്കെ ഇത് അനുകൂലിച്ച് നിൽക്കുകയാണോ? എന്താണ് അങ്ങനെ തോന്നുന്നത്? ഈ സർക്കാരിൻ്റെ കാര്യം, സർക്കാർ 8 കോടി രൂപ അവിടെ കൊടുക്കുന്നുണ്ട് ഒക്കെ ചെയ്യുന്നു. അത്രയും തന്നെ ഇമ്പോർട്ടൻസ് സർക്കാർ എല്ലാ രീതിയിലും കാണിക്കണം. പക്ഷേ വിധേയത്വം, ഭയം, കൊട്ടാരമെന്ന് പറയുന്ന ഒരു ഭൂതത്തെ, അല്ലെങ്കിൽ പണ്ട് ഭരണമുണ്ടായിരുന്നു, ഇന്ന് ജനങ്ങളാണ് രാജാവ്. അപ്പോൾ ഈ അനാവശ്യമായ ഒരു രാജഭക്തിയുടെ പേരിൽ ഈ കാണിക്കുന്ന തൊഴലും പിടിക്കലും, അതുപോലെ തന്നെ പലവരെയും മൂടി വെച്ചിട്ടുണ്ട്. പല രീതിയിൽ ഫിനാൻഷ്യൽ ഹെൽപ്പും പ്രോപ്പർട്ടീസായിട്ടൊക്കെ കൊടുത്തിട്ട് പലവരെയും അവരുടെ ഭാഗത്താക്കിയത് കൊണ്ട് ആരും അവർക്കെതിരെ സംസാരിക്കുന്നില്ല. സർക്കാർ ഒന്നും ആർക്കെതിരെയും മിണ്ടുന്നില്ല. ഈ കള്ളത്തരം സർക്കാർ ഇതിനെതിരെ മിണ്ടുന്നില്ല. അത് ഭയങ്കരമായിട്ട്, അത് പിണറായി വിജയനെ പോലുള്ള ഇത്രയും ശക്തനായ ഒരു മുഖ്യമന്ത്രി ഇവിടെ ഉണ്ടായിട്ട് പലതിനെയും എതിരെ സംസാരിക്കുന്ന പിണറായി വിജയൻ ആയിക്കോട്ടെ. ഇപ്പോൾ പൊതുവേ ഭരണകൂടങ്ങൾ മതങ്ങളെയും ഇങ്ങനത്തെ കേന്ദ്രങ്ങളെയും ഒക്കെ ഭയക്കുന്നുവെന്നാണ് മനസ്സിലാക്കുന്നത്. മതങ്ങളെ എക്കാലത്തും ഭരണകൂടങ്ങൾ ഭയക്കുകയാണല്ലോ. കാരണം മതമെന്ന് പറയുന്നത് അഭിപ്രായമാണ്. പക്ഷെ ഒരു അഭിപ്രായത്തെ എന്തോ ഒരു വലിയ സംഗതിയായിട്ടാണ് കണ്ടുപോകുന്നത്. എന്തിനാണ് ഇത്രയും ഭയക്കുന്നത്?